ജൂലൈ 5 വിശുദ്ധ ആന്റണി സക്കറിയ. 28-ാം വയസ്സിൽ വൈദികനായ അദ്ദേഹം മിലാനിലേക്ക് പോവുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഓരോ സഭ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈദികരുടെയും സന്യാസിനികളുടെയും ജീവിത നവീകരണമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അൽമായ പ്രേക്ഷിതത്വം, അടുത്തടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, 40 മണി ആരാധന, പീഠാനുഭവ സ്മരണയ്ക്കായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 3 മണിക്ക് പള്ളിയിൽ മണിയടിക്കുക മുതലായ കാര്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ധ്യാനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായ ഫാദർ ആന്റണി സ്വഭവനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആന്റണി അറിയപ്പെട്ടിരുന്നത്. ഒരു ക്രൂശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റിയും അനുതാപത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും തെരുവീഥികളോട് ചുറ്റി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. മരിച്ച് 27 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയിരുന്നില്ല. 13-ാം ലിയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു.